എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ നമ്മുടെ ബ്രൂക്ക് അവൻ ആ സ്ലൈം കണ്ടിട്ട് പറയും, ഇതുപോലുള്ള സ്ലൈം ഞാനൊരു ബുക്കിൽ വായിച്ചിട്ടുണ്ട്, ഇത് മനുഷ്യരിട്ടിരിക്കുന്ന ഡ്രസ്സൊക്കെ അബ്സോർബ് ചെയ്തെടുക്കുമെന്ന് പറയും. ഉടനെ നമ്മുടെ ആൾക്കാർ അവര് ടെൻഷനാവും. അപ്പോഴായിരിക്കും സോറോ അവൻ ആ വെള്ളത്തിലേക്ക് ചൂണ്ടി കാണിച്ചു കൊടുക്കുക, അത് ഡ്രസ്സ് മാത്രമല്ല എല്ലാത്തിനെയും അബ്സോർബ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾ ആ വെള്ളത്തിൽ വീണ സ്ലൈം കിടക്കുന്ന ഭാഗം ശ്രദ്ധിച്ചോ, അവിടെയുള്ള മീനുകൾ മുഴുവൻ ചത്തു പൊങ്ങുകയാണ്. സോ ഉറപ്പായാലും അതിന്റെ അടുത്തേക്ക് പെട്ടുപോയ നമ്മളുടെ കാര്യം അത് കട്ട പുകയാവും. നാമിയാണെങ്കിൽ ഇപ്പൊ ആ നദിയിലേക്ക് നോക്കും. നദിയിലാണ് സാമുറായിന്റെ ബാക്കി ബോഡി ഉള്ളത്. ബ്രൂക്ക് ചോദിക്കും, ഞാൻ ചാടിപ്പോയി ആ ബോഡി എടുത്തിട്ട് വന്നാലോ? അതിന് നാമി പറയും, ആ ജെല്ലി ഇപ്പോ നമുക്ക് ചുറ്റും ആയിക്കഴിഞ്ഞു, നീ ഒന്ന് തിരിഞ്ഞു നോക്ക്. അവൻ തിരിഞ്ഞു നോക്കും. അവർക്ക് ചുറ്റും ഇപ്പൊ ഒരുപാട് ജെല്ലി പീസസ് വന്ന് അടിഞ്ഞിരിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് സാഞ്ചിയുടെ ഒരേ ഒരു കൺസേൺ എങ്ങനെയെങ്കിലും ആമയുടെ ബോഡി അതെത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും പ്രൊട്ടക്ട് ചെയ്യുക എന്നതാണ്. അവൻ പറയും, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒരു കാരണവശാലും എന്റെ ബോഡിക്ക് ഒരു പോറല് പോലും ഏൽക്കില്ല എന്ന് പറഞ്ഞ് അവൻ ആ വെള്ളത്തിലേക്ക് എടുത്ത് ചാടുകയാണ്. വെള്ളത്തിനാണെങ്കിൽ ഭയങ്കര തണുപ്പ്, അവന് ചുറ്റും ജെല്ലിയും. പക്ഷേ അവൻ പ്രതീക്ഷ കൈവിടാതെ സാമുറായുടെ ബോഡി വീണ്ടെടുക്കാനായിട്ട് മുൻപോട്ടേക്ക് നീന്തും. അതേസമയം ഇവിടെ ജെല്ലികള് അതിപ്പോ നമ്മുടെ ആൾക്കാർ റൗണ്ട് ചെയ്ത് വരികയാണ്. കട്ട് ചെയ്ത ട്രഫാർഗർ ലോ ആണെങ്കിൽ ഇപ്പൊ ചോപ്പറുമായിട്ട് ആ ലാബിന്റെ അകത്തേക്ക് എത്തിക്കഴിഞ്ഞു. അവനാണെങ്കിൽ ചുറ്റും നോക്കും, ആ മാസ്റ്ററിനെ അവിടെ കാണാനുണ്ടാവില്ല. അവൻ ആ ലേഡിയോട് ചോദിക്കും, മാസ്റ്റർ എവിടെ? അതിനവള് പറയും, മാസ്റ്റർ അത്യാവശ്യമായിട്ട് ഒന്ന് പുറത്തേക്ക് പോയതാണ്, എന്തിനു പോയതാണെന്ന് അറിയില്ല, ഒരുപക്ഷെ ആ ഫൈറ്റ് കാണാനായിരിക്കും. ഇതാണ് പറ്റിയ അവസരം എന്ന് മനസ്സിലാക്കിയ നമ്മുടെ ട്രഫാർഗറിലോ നൈസായിട്ട് ചോപ്പറിനെ ഒരു ഭാഗത്തേക്ക് അഴിച്ചുവിടും. അതിനുശേഷം അവളോട് ഒരു ഹെൽപ്പ് ചോദിക്കും. ഞാൻ ഇവിടെ നിന്ന് പോയാലോ എന്ന് ആലോചിക്കുകയാണ്, എനിക്ക് ചെറിയൊരു ഹെൽപ്പ് വേണം, നീ ഒന്ന് എന്റെ ഒപ്പം പുറത്തേക്ക് വായോ. അവൻ വിളിക്കേണ്ട താമസം അവളാണെങ്കിൽ ഹാപ്പി ആയിട്ട് ട്രഫാർഗർ ലോയുടെ പിന്നാലെ പോവും. ആ ഗ്യാപ്പിൽ ചോപ്പർ അവൻ പതിയെ ചാക്കിൽ നിന്ന് പുറത്തിറങ്ങി ആ ആന്റിഡോട്ട് അതെവിടെയാണെന്ന് അന്വേഷിക്കാനായിട്ട് തുടങ്ങും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ലൂഫിയെ കാണിക്കും. നമ്മുടെ ചെക്കനാണെങ്കിൽ ആ മാസ്റ്ററിനെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. മാസ്റ്റർ ആണെങ്കിൽ വിട് എന്നൊക്കെ പറഞ്ഞ് അവന്റെ കൈ തട്ടി മാറ്റാൻ ശ്രമിക്കും. നമ്മുടെ ആൾക്കാരാണെങ്കിൽ കമോൺ ലൂഫി, നിന്നെ കൊണ്ട് പറ്റും, ഒരു കാരണവശാലും അവനെ വിടാൻ പാടില്ല എന്ന് പറയും. മറ്റൊരു ഭാഗത്ത് ആ മാസ്റ്ററിന്റെ അസിസ്റ്റൻസ് ആണെങ്കിൽ ഇപ്പൊ നമ്മുടെ ലൂഫിയെ കൊല്ലാനായിട്ട് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും. ഫ്രാങ്കിക്കാണെങ്കിൽ അത് കണ്ട് ഭയങ്കര സന്തോഷം. ലൂഫി ശരിക്കും അടിപൊളിയാണ്, ഒരു മാസ്റ്ററിന്റെ പവർ എന്താണെന്ന് ലൂഫി കാണിച്ചു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സ്റ്റൈലായിട്ട് നിൽക്കും. കട്ട് ചെയ്ത ആ വില്ലന്റെ അസിസ്റ്റൻസ് അവരാണെങ്കിൽ ഈ പമ്പും വില്ലും ഗണ്ണൊക്കെ എടുത്ത് ലൂഫി അച്ചരം പൊച്ചറ ഷൂട്ട് ചെയ്യാണ്. അതിനിടയിൽ ഒരുപാട് ജെല്ലികൾ അവിടേക്ക് വീണ് ചിലര് അതിൽ പെട്ടുപോകുന്നുണ്ട്. ഫ്രാങ്കിക്കാണെങ്കിൽ അത് കണ്ട് സഹിക്കില്ല. അവനങ്ങനെ ചാടി വീണ് ആ വില്ലന്റെ അസിസ്റ്റൻസിനെ അച്ചരം പൊച്ചരം തല്ലുകയാണ്. അവന് കട്ട സപ്പോർട്ട് കൊടുത്ത് ഇപ്പൊ റോബിനും സ്മോക്കറും അവരും ആ വില്ലന്മാരുമായിട്ട് ഫൈറ്റ് ചെയ്യും. ഫ്രാങ്കിക്കാണെങ്കിൽ ലൂഫിയുടെ മേലെ 100% കോൺഫിഡൻസ് ആണ്. പക്ഷെ റോബിന് അത്രയും കോൺഫിഡൻസ് ഇല്ല. കാരണം മാസ്റ്റർ വില്ലന്റെ പവറിനെ കുറിച്ച് അവൾക്ക് ഏകദേശം ഒരുപാട് കാര്യങ്ങൾ അറിയാം. അപ്പൊ അവിടുന്ന് അങ്ങനെ ക്യാമറ സൂം ചെയ്ത് ഇപ്പൊ ലൂഫിയെ കാണിക്കും. ലൂഫി ആണെങ്കിൽ അവന്റെ ഫുൾ ശക്തി എടുത്ത് അവനെ ചുരുട്ടി പിടിച്ചിരിക്കുകയാണ്. അവന്റെ തല വെച്ച് മാത്രമേ ഇപ്പൊ ലൂഫിക്ക് അവൻ അറ്റാക്ക് ചെയ്യാൻ പറ്റൂ. വില്ലൻ അവന്റെ ഗ്യാസ് പവർ അതുപയോഗിച്ച് ഇപ്പൊ ലൂഫിയുടെ കഴുത്ത് അങ്ങനെ ചുറ്റി വലിക്കും. ഫ്രാങ്കി ആണെങ്കിൽ നിലവിളിച്ചു പറയും, ലൂഫി ഒരു കാരണവശാലും നീ അത് ശ്വസിക്കാൻ പാടില്ല, അത് പോയിസൺ ഗ്യാസ് ആണ്. ലൂഫി അവന്റെ മൂക്കൊക്കെ ഇറുക്കി പിടിച്ച് ശ്വസിക്കാതിരിക്കും. ലൂഫി ഒരുപാട് നേരം പിടിച്ചു നിന്ന് ഇപ്പൊ അവന്റെ കൺട്രോൾ പോയി ആ മൊത്തം പോയിസണും അവനങ്ങനെ വലിച്ചെടുക്കുകയാണ്. വില്ലനാണെങ്കിൽ വലിയ എന്തോ റോക്കറ്റ് വിട്ട സന്തോഷം. ചുറ്റും ഉണ്ടായിരുന്ന അസിസ്റ്റന്റ് വില്ലന്മാരും നമ്മുടെ ആൾക്കാരൊക്കെ ഷോക്കാവും. കാരണം ആ പോയിസൺ ഗ്യാസ് മുഴുവനായിട്ടും ലൂഫി അബ്സോർബ് ചെയ്തെടുത്തു. അടുത്ത നിമിഷം ലൂഫി ആണെങ്കിൽ അവൻ വലിച്ചെടുത്ത പോയിസൺ ഗ്യാസ് ചെവിയിലൂടെ റിലീസ് ചെയ്ത് കളയും. ലൂഫി മാസായിട്ട് പറയും, ഇമ്പിൾ ടൗൺ വാർഡന്റെ പോയിസൺ പോലും ഞാൻ സർവൈവ് ചെയ്തവനാണ്. എന്റെ ഇമ്മ്യൂണിറ്റി പവറിനെ കുറിച്ച് നിനക്ക് എന്തെങ്കിലും അറിയോ? എന്റെ ഇമ്മ്യൂണിറ്റി പവറിന് മുൻപിൽ ഇതൊന്നും അല്ലാന്ന് പറഞ്ഞ് അവൻ മാസായിട്ട് നിൽക്കും. ലൂഫി അവന്റെ തല കറക്കി അവൻ ഒറ്റ അടി. ആ ഒരു അടിയിൽ വില്ലൻ അടിച്ച് താഴെ വീഴും. അസിസ്റ്റൻസ് വില്ലന്മാരാണെങ്കിൽ അവന്റെ അടുത്തേക്ക് ഓടി വരും. അതിനാ മെയിൻ വില്ലൻ ദേഷ്യപ്പെട്ട് പറയും, മാർദിക്ക്, ഒരാള് പോലും ഇവിടേക്ക് വരാൻ പാടില്ല, അവന്റെ കഥ അത് ഞാൻ കഴിക്കുമെന്ന് പറഞ്ഞ് അവൻ അങ്ങനെ ടെററായിട്ട് നിൽക്കും. ലൂഫി ആണെങ്കിൽ വീണ്ടും അവനെ അടിക്കാനായിട്ട് പാഞ്ഞടുക്കുകയാണ്. വില്ലൻ ഒരു ഡബ്ബ തുറന്ന് ലൂഫി അവന്റെ ക്ലോസ് എത്തുമ്പോഴേക്കും ആ ഡബ്ബ ഒരൊറ്റ അടയ്ക്കും. ആ ഒരു അടയ്ക്കലിന്റെ പവറിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടായി. ലൂഫിയുടെ വായിലൂടെ പുക വന്ന് അവൻ താഴേക്ക് വീഴാണ്. വില്ലനാണെങ്കിൽ ആ ജെല്ലിയോട് ലൂഫിയെ റൗണ്ട് ചെയ്ത് കൊല്ലാനായിട്ട് പറയും. ആ ജെല്ലി അതിപ്പോ ലൂഫിയെ അബ്സോർബ് ചെയ്ത് അങ്ങനെ ഞെരുക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്ലൈം മുഴുവനായിട്ട് ഇപ്പൊ ലൂഫിയെ കവർ ചെയ്ത് കഴിഞ്ഞു. ആ ഡബ്ബ തുറന്ന് വീണ്ടും ഒരൊറ്റ അടയ്ക്കും. ആ ഒരു അടിയില് വലിയൊരു പൊട്ടിത്തെറി. ആ ഒരു വലിയ ബ്ലാസ്റ്റില് ചുറ്റും ഉണ്ടായിരുന്നവരെല്ലാവരും കിലോമീറ്ററുകളോളം
തെറിച്ചു പോവും. റോബിനും ഫ്രാങ്കിയും സ്മോക്കറും അവരൊരു സെക്കൻഡ് ആ കാഴ്ച കണ്ട് ഫ്രീസ് ആയിട്ട് നിൽക്കുകയാണ്. ലൂഫിക്ക് എന്താ സംഭവിച്ചിട്ടുണ്ടാവുക, അവൻ എവിടെയെന്ന് പറഞ്ഞ് അവരവിടെ മുഴുവൻ നോക്കും. വില്ലന്മാർക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. കാരണം മെയിൻ കിങ്കരനായ നമ്മുടെ ലൂഫിയെ അവര് വീഴ്ത്തി, അഥവാ അവരുടെ മാസ്റ്റർ ഇപ്പൊ നമ്മുടെ ലൂഫിയെ കൊന്നു എന്ന് പറഞ്ഞ് അവര് ആർമാദിക്കും. ഫ്രാങ്കിക്കാണെങ്കിൽ ഭയങ്കര ഷോക്ക്. ലൂഫി അവൻ മരിച്ചുപോയോ, നമ്മൾ അവനെ മരണത്തിന് വിട്ടുകൊടുത്തോ, അവന്റെ പൊടി പോലും ഇപ്പൊ കാണാനില്ല എന്ന് പറഞ്ഞ് അവർ പരസ്പരം നോക്കും. മാസ്റ്റർ വില്ലനാണെങ്കിൽ വലിയ ശബ്ദത്തിൽ പറയും, ഞാനാണ് ലോകത്തിലെ നമ്പർ 1 സയന്റിസ്റ്റ്. എനിക്ക് 2 ഡബിൾ ഫ്രൂട്ടിന്റെ പവർ ഉണ്ട്. എന്റെ പവറിന് മുൻപിൽ ആർക്കും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. നിങ്ങളുടെ ലൂഫിയെ ഞാൻ തവിട് പൊടിയാക്കി എന്ന് പറഞ്ഞ് അവന്റെ 32 പല്ലും കാണിച്ച് അങ്ങനെ അട്ടഹസിക്കും. മാസ്റ്റർ മാസ്റ്റർ എന്നൊക്കെ പറഞ്ഞ് അവന്റെ അസിസ്റ്റൻസ് മറുപടി കൂട്ടും. അപ്പോഴായിരിക്കും ഒരു വമ്പ ട്വിസ്റ്റ്. ലോങ് ഷോട്ടിലായിട്ട് നമ്മുടെ ചെക്കൻ ലൂഫി അവനാണെങ്കിൽ ഒരു പോറല് പോലും പറ്റാതെ എഴുന്നേറ്റ് വരികയാണ്. അവനൊരു കോട്ടുവായൊക്കെ വിട്ട് ബോഡിയിലുണ്ടായിരുന്ന ചെറിയ ചെറിയ ജെല്ലി പീസൊക്കെ തട്ടിക്കളഞ്ഞ്, ആവും കാര്യമായിട്ടൊന്നും പറ്റിയില്ല, നീ എന്റെ കാറ്റ് പോയെന്ന് കരുതി സന്തോഷിച്ചിരിക്കായിരുന്നു അല്ലേന്ന് ഇപ്പൊ അവൻ ആ വില്ലനോട് ചോദിക്കും. മാസ്റ്റർ വില്ലനാണെങ്കിൽ അവനെ കണ്ട് ഷോക്കായി 2 കണ്ണും ഉൾസൈ പോലെ തള്ളി പുറത്തേക്ക് വരും. അതുപോലെ തന്നെ അവന്റെ അസിസ്റ്റൻസിനും ഞാൻ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപേ ലൂഫി അവന്റെ കൈ ചുരുട്ടി ഒരൊറ്റ ഇടി. ആ ഒരു അടിയില് വില്ലൻ തെറിച്ചുപോയി അടിച്ചു വീഴും. ഫ്രാങ്കിക്കാണെങ്കിൽ പിടികിട്ടും ലൂഫി എങ്ങനെയാണ് ആ ഒരു വലിയ പൊട്ടിത്തെറിയിൽ നിന്ന് രക്ഷപ്പെട്ടതെന്ന്. അത് വളരെ സിമ്പിൾ പ്രോസസ് ആണ്. അതായത് അവൻ ആ ബോട്ടില് അത് അടയ്ക്കുന്ന ഗ്യാപ്പിൽ തന്നെ ലൂഫി അവന്റെ ഹോക്കി പവർ വെച്ച് ആ ജെല്ലിൽ നിന്ന് സിമ്പിൾ ആയിട്ട് രക്ഷപ്പെട്ടു. വില്ലനാണെങ്കിൽ അത് ആ സമയത്ത് നോട്ട് ചെയ്യാൻ സാധിച്ചില്ല. അങ്ങനെയാണ് നമ്മുടെ ചെക്കൻ രക്ഷപ്പെട്ടത്. ഇവിടെ ലൂഫി ആണെങ്കിൽ അവനെ എങ്ങനെയെങ്കിലും തട്ടിക്കൊണ്ടു പോകാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കും. അവൻ ഓടി വന്ന് ആ വില്ലനെ പിടിച്ചു വലിച്ച് അങ്ങനെ മടക്കിലോക്കുകയാണ്. അതിനുശേഷം നിലവിളിച്ചു പറയും, ഫ്രാങ്കി, റോബിൻ, നിങ്ങൾ എന്തെങ്കിലും ചെയ്യേ, ഇവന് ഡബിൾ ഫ്രൂട്ടിന്റെ പവർ ഉണ്ട്. സോ ഇവൻ രക്ഷപ്പെടാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഇവൻ രക്ഷപ്പെടാത്ത വിധത്തിൽ വേണം ഇവനെ ലോക്ക് ചെയ്ത് ഇവിടുന്ന് കൊണ്ടുപോകാൻ. അതിന് എന്തെങ്കിലും വഴി കണ്ടെത്തി ഇവിടേക്ക് വായോ. ലൂഫി ഉടനെ അവൻ അടച്ചു വെക്കാൻ എന്തെങ്കിലും ബാരല് ചുറ്റുമുണ്ടോ നോക്കും. അപ്പോഴായിരിക്കും ആ നേവിക്കാര് ചാടി അവന്റെ അടുത്തേക്ക് വരിക. അവര് വമ്പം പോസൊക്കെ ഇട്ട് ലൂഫിയുടെ അടുത്ത് വന്ന് നിൽക്കുകയാണ്. എന്നെ കൊണ്ട് ഒരു പക്ഷേ ഈ വില്ലന്മാരെ പിടിക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ G5 നേവി അവര് ഈ വില്ലന്മാരെ പോലെ മണ്ടന്മാരല്ല, ഞങ്ങൾ നിന്നെ ലോക്ക് ചെയ്യുന്നു പറഞ്ഞ് അവരാണെങ്കിൽ ലൂഫി അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. ലൂഫിക്കും സീസറിന് ആവശ്യമുണ്ട്, അതുപോലെ തന്നെ സ്മോക്കറിന് അവനെ കഴിഞ്ഞു ആവശ്യം ലൂഫിയാണ്. അടുത്ത നിമിഷം ലൂഫി ആണെങ്കിൽ നിലവിളിക്കാനായിട്ട് തുടങ്ങും. ഉടനെ ആ വില്ലൻ അവനിപ്പോ ലൂഫിയുടെ മുൻപിലേക്ക് വന്ന്, എന്നെ അത്ര എളുപ്പത്തിൽ കീഴ്പ്പെടുത്താൻ പറ്റുമെന്ന് നീ വെറുതെ വ്യാമോഹിച്ചു അല്ലേ? നിന്നെ കൊണ്ടൊന്നല്ല, ആരെ കൊണ്ടും എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല. ലൂഫിക്കാണെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയാതെ അവൻ ബോധം കെട്ട് താഴേക്ക് വീഴും. ഫ്രാങ്കി റോബിനും ലൂഫിയെ വിളിച്ച് ഓടിയെത്തും. ഫ്രാങ്കി ആണെങ്കിൽ ചുറ്റുണ്ടായിരുന്ന വില്ലന്മാരെ അട്ടിച്ച് തെറിപ്പിച്ച് ബീം പവർ ഉപയോഗിച്ച് സീസറിനെ അറ്റാക്ക് ചെയ്യും. അവൻ ജസ്റ്റ് മിസ്സിന് അതിൽ നിന്ന് രക്ഷപ്പെടും. റോബിനാണെങ്കിൽ ചിറകൊക്കെ നിവർത്തി ഫോഴ്സിൽ മുകളിലേക്ക് ആഞ്ഞു പറക്കും. അടുത്ത നിമിഷം റോബിനും എന്തോ സംഭവിച്ച് അവൾ താഴേക്ക് വരികയാണ്. ഇവിടെ സീസർ ആണെങ്കിൽ സ്മോക്കറിന്റെ കഴുത്ത് പിടിച്ച് ഞെരിക്കാൻ തുടങ്ങും. സ്മോക്കറിന്റെ ബോഡിയിലുള്ളത് നമ്മുടെ ടഷ്കിയാണ്. ഇവിടെ ഫ്രാങ്കി ആണെങ്കിൽ റോബിന്റെ അടുത്തേക്ക് ഓടിയെത്തും. ഉടനെ അവനും ബോധം കെട്ട് താഴേക്ക് വീഴാണ്. കാര്യം വഷളാകാണെന്ന് മനസ്സിലാക്കിയ സ്മോക്കർ അവൻ തിരിഞ്ഞു നോക്കുമ്പോ അവന്റെ തൊട്ടുപുറകില് സാക്ഷാൽ വില്ലൻ. സ്മോക്കർ ഞൊട്ടിയിടയില് അവന്റെ കഴുത്തിൽ പിടിച്ച് ഒരുപാട് വേദനയില് താഴേക്ക് വീഴും. ക്യാമറ അങ്ങനെ സൂം ഔട്ട് ചെയ്ത് കാണിക്കും. അവിടെയുള്ള എല്ലാവരും ഇപ്പോ ബോധം കെട്ട് താഴെ വീണ് കിടക്കുകയാണ്. ഇവിടെ ട്രഫാർഗർ ലോയ്ക്കാണെങ്കിൽ അവന്റെ നെഞ്ചിന് ഒരുപാട് വേദന എടുക്കും. അടുത്ത നിമിഷം അവൻ താഴേക്ക് വീഴും. അപ്പൊ ആ ഒരു ടണലിലൂടെ ആരോ ഒരാള് പുറത്തേക്ക് നടന്നു വരികയാണ്. ട്രഫാർഗർ ലോ ആണെങ്കിൽ അവനെ കണ്ട് ഷോക്ക് ആവുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.